വെൽക്കം ചെയ്യാം ഫൈസൽ മലബാർ ഗോൾഡ്. ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉപ്പയും ഉമ്മയൊക്കെ കൊണ്ടുപോകണം എന്നുള്ളത്. കൊണ്ടുപോകണമെന്നുള്ളത് എന്നോട് കൊണ്ടുപോകണമെന്ന് പറഞ്ഞിട്ടില്ല, അവർക്കൊരു ഉംറക്ക് പോകണമെന്ന് പറഞ്ഞു. എനിക്ക് എന്താണ് നിന്റെ സൗകര്യം എന്നാണ് ചോദിച്ചത്. അതല്ലാണ്ട് പിന്നെ എന്നെ കൊണ്ടുപോകണമെന്ന് പറഞ്ഞിട്ടില്ല. ശരിക്കും നമ്മൾ മലബാർ ഗോൾഡിലൊക്കെ ഇൻവെസ്റ്റ്മെന്റ് തരുന്നത് ഉമ്മാന്റെ പ്രോപ്പർട്ടിയൊക്കെ വിറ്റിട്ടാണ്. പല ഉമ്മാന്റെ സപ്പോർട്ടില്ലാണ്ട് നമ്മളിവിടെ എത്തൂല. അടുത്തൊരു വീഡിയോ ഇറക്കിയല്ലോ, അത് ഭയങ്കര രസമായിരുന്നു. ആ വീഡിയോ ഒന്ന് കാണാം നമുക്ക്. മകൾക്ക് കൊടുക്കുന്നത് ഓളാ വണ്ടി ഉപയോഗിച്ചിട്ടില്ല, ഓക്ക് ആ വണ്ടിനോട് താല്പര്യമില്ല. പക്ഷെ എന്നെ വിഷമിപ്പിക്കേണ്ട വെച്ചിട്ടാണ് ഓള് ആ ചാവി ആ സമയത്ത് വാങ്ങിച്ചത്. അപ്പൊ പിന്നെ അതിന് ശേഷം ആരാ വണ്ടി ഉപയോഗിക്കുന്നത്? വണ്ടി ഉപയോഗിക്കുന്നത് ഞാൻ തന്നെ. അന്ന് ഫസ്റ്റ് കിട്ടിയ ഒരു സാലറി അല്ലെങ്കിൽ നമുക്ക് കിട്ടിയൊരു പ്രോഫിറ്റ് എത്രയാന്ന് ഓർമ്മയുണ്ടോ? സാലറിയോ? അന്ന് കിട്ടിയ സാലറി എനിക്ക് നല്ല ഓർമ്മയുണ്ട്. 1500 റുപ്പീസാ. 1500 രൂപ അല്ലേ? തുടക്കത്തില് 17 പേര്, ഇപ്പം 25,000 പേര്, 27,000 പേര് അല്ലേ? അതൊക്കെ നോക്കുമ്പോ ശരിക്കും ചിലപ്പം കൂടിയിട്ടുണ്ടാവും. അത് ഓരോ വർഷം ഇങ്ങനെ കൂടി. ഫൈസൽക്ക് എപ്പോഴെങ്കിലും ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയത്ത് ചിന്തിക്കാറുണ്ടോ വന്ന വഴി ഇങ്ങനെയായിരുന്നു, ഇത്രയായിരുന്നു? എപ്പോഴും ചിന്തിക്കാറുണ്ട്. എപ്പോഴും നമ്മളെ പഴയ കാലങ്ങള്, പഠിക്കുന്ന സമയം, നമ്മൾ ഭക്ഷണം കിട്ടാൻ ആഗ്രഹിച്ച സമയം കിട്ടാത്ത സമയം, ഇതെല്ലാം നമ്മളിപ്പോൾ ഇങ്ങനെ ആലോചിക്കും. ഇനി ഈ ബിസിനസ് തുടങ്ങുന്ന ആളുകൾക്കൊക്കെ എന്തെങ്കിലും ഒരു ടിപ്പ് പറഞ്ഞു കൊടുക്കാൻ പറഞ്ഞാൽ എന്തായിരിക്കും? ഞാനിപ്പോൾ ഒരു ചെറിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നു. എൻ്റെ കൂടെ 2 ആളുണ്ടെങ്കിൽ അവർക്ക് നമ്മൾ ഉണ്ടാക്കുന്ന ഒരു പ്രോഫിറ്റിൻ്റെ ഒരു ഷെയർ പോലെ അവർക്ക് കിട്ടുന്ന രൂപത്തിൽ ചെയ്യുമ്പോഴാണ് അവർക്ക് ആത്മാർത്ഥത കൂട്ടുള്ളൂ. അവരെ സ്ഥാപനമായിട്ട് കാണാനുള്ള രൂപത്തിൽ അവർക്ക് അങ്ങനെ ഒരു ഫീലിംഗ് അവർക്ക് ഉണ്ടാക്കും. ഞാൻ ഏകദേശം നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റിൻ്റെ ഒരു ചെറിയൊരു ഷെയർ നമുക്ക് കിട്ടുന്ന അതിൻ്റെ ഒരു പ്രോഫിറ്റിൻ്റെ ഒരു ഷെയർ അവർക്ക് പോകുന്നുണ്ട്, ഒരു സാലറിൻ്റെ പോകുന്നു. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ പ്രസൻസ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. English Cafe. We present you the perfect English. WhatsApp now 9633 888 575. ഹലോ, വെൽക്കം ടു വെറൈറ്റി മീഡിയ. ഞാൻ നൈനിഷ. ഇന്ന് ഞാനുള്ളത് എന്തൊക്കെയാ പറയുക, എന്തൊക്കെ പറഞ്ഞിട്ടാണ് ആളെ പരിചയപ്പെടുത്തേണ്ടതെന്ന് എനിക്ക് അറിയില്ല. എന്നാലും ഞാൻ വളരെ ഷോർട്ടായിട്ട് പറയാം. ഒരു ഭയങ്കര അടിപൊളിയായിട്ടുള്ള ഒരു ബിസിനസ് മാനാണ്, ഒരു അടിപൊളിയായിട്ടുള്ള ഫാദറാണ്, ഒരു അടിപൊളിയായിട്ടുള്ള ഒരു മോനാണ്. എന്താ പറയുക, നമുക്ക് എല്ലാം കൊണ്ടും വെൽക്കം ചെയ്യാം ഫൈസൽ മലബാർ ഗോൾഡ്. വെൽക്കം. താങ്ക് യു. ഫൈസൽ കാ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു മനുഷ്യനാണ്, കാണുമ്പോൾ തന്നെ നമുക്കറിയാം. ഇപ്പം ഞാൻ ഇൻട്രോയിൽ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് ബഹുമതികളാണ് നമുക്ക് ഒരാളെ പരിചയപ്പെടുത്തുമ്പോൾ ഉള്ളത്. അതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു വിശേഷണം എന്ന് പറയുകയാണെങ്കിൽ ഒരു അടിപൊളിയായിട്ടുള്ള ഒരു സണ്ണാണ്. ഉപ്പാൻ്റെയും ഉമ്മാനെയും ഒരുപാട് സ്നേഹിക്കുന്ന ഒരു മോനാണ്. അതിനുള്ള ഒരു വീഡിയോ ഞാൻ കാണിച്ചു തരട്ടെ, ആളുകൾക്കും കൂടി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ കാണിച്ചു തരട്ടെ. ഓക്കെ? ഗ്രേറ്റ്. ഒരു ഉപ്പ ഉമ്മ, അത് നമ്മളിപ്പോഴും എങ്ങനെയാണ് ശരിക്കും ഒരു ഉപ്പ ഉമ്മ ഒരു മോൻ എന്നുള്ള നിങ്ങളുടെ ഇടയിലുള്ള ഒരു സ്ട്രോങ് റിലേഷൻഷിപ്പ് എങ്ങനെയാണ്? ശരിക്കും പറയുകയാണെങ്കിൽ എൻ്റെ ബ്രദർ ഉണ്ടല്ലോ നിഷാദിനും ഇതുപോലെ തന്നെയാണ്, എൻ്റെ പെങ്ങൾക്കും ഇതുപോലെ തന്നെയാണ്. എനിക്ക് മാത്രമല്ല, അവിടെ 3 കുട്ടികളുണ്ട്. ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ട് അങ്ങനെ കാണുന്നുള്ളൂ. എന്നെക്കാളും കൂടുതൽ ഉപ്പാനും ഉമ്മാനെ സ്നേഹിക്കുന്നത് എൻ്റെ ബ്രദേഴ്സും അങ്ങനെ തന്നെയാണ്, ബ്രദറും സിസ്റ്ററും അങ്ങനെ തന്നെയാണ്. നമ്മുടെ ഒരു വളർച്ചയിൽ ഭയങ്കരമായിട്ടുള്ള ഒരു പങ്കുണ്ടാവും ഉപ്പയ്ക്കും ഉമ്മയ്ക്കും. അത് ശരിക്കും എങ്ങനെയാണ് ഈ ഒരു ഉപ്പാൻ്റെയും ഉമ്മേൻ്റെയും ഭാഗത്തുനിന്ന്? ഉറപ്പാണല്ലോ, നമ്മളെ സ്റ്റാർട്ടിങ് തൊട്ടിട്ട് ശരിക്കും നമ്മൾ മലബാർ ഗോൾഡിലൊക്കെ ഇൻവെസ്റ്റ്മെന്റ് തരുന്നത് ഉമ്മാൻ്റെ പ്രോപ്പർട്ടിയൊക്കെ വിറ്റിട്ടാണ്. പ്രോപ്പർട്ടി വിറ്റിട്ടാണ് ഇൻവെസ്റ്റ് ചെയ്തത്. ഇപ്പോൾ ഉപ്പാൻ്റെ ഉമ്മാൻ്റെ സപ്പോർട്ടില്ലാണ്ട് നമ്മളിവിടെ എത്തൂല. അവർ കാരണം തന്നെയാണ് നമ്മളെല്ലാം ഇവിടെ ഇപ്പം നിൽക്കുന്ന എല്ലാ പൊസിഷനും. അതിൻ്റെ ഫുൾ ക്രെഡിറ്റ് അവർക്കുള്ളതാണ്. ഈ ഒരു വീഡിയോ ഉപ്പാൻ്റെയും ഉമ്മാൻ്റെയും കൂടെ ഉംറക്ക് പോയതാണ്, വലിയൊരു ആഗ്രഹമാണെന്നും പറഞ്ഞു. എന്താ ശരിക്കും ആ ഒരു വീഡിയോന്റെ പിന്നിലുള്ള ഒരു കഥ എന്താ? ശരിക്കും ഉപ്പയും ഉമ്മയും ഉംറക്ക് പോകണമെന്ന് പറഞ്ഞേ. അപ്പം ഞാൻ വിചാരിച്ച് ഒരിക്കൽ പോകണമെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, ആരെങ്കിലും ഒരാളെ ഏർപ്പാടാക്കിയിട്ട് പോകണമെന്ന് പറഞ്ഞിട്ടുള്ളൂ. അപ്പം ഞാൻ ഇങ്ങനെ ആലോചിച്ച് ഇവരെ കൂടെ ഒരു യാത്ര ചെയ്ത് കഴിഞ്ഞാൽ അതൊരു മെമ്മറി ആയിരിക്കും. അപ്പം ഫാമിലി ഉണ്ട്, ഞാനും ഫാമിലിയും കൂടെ വരാമെന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാവരും കൂടി
ഒരുമിച്ച് പോയതാണ്. അപ്പോൾ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉപ്പയും ഉമ്മയൊക്കെ കൊണ്ടുപോകണം എന്നുള്ളത്? കൊണ്ടുപോകണമെന്നുള്ളത് എന്നോട് കൊണ്ടുപോകണമെന്ന് പറഞ്ഞിട്ടില്ല, അവർക്കൊരു ഉംറക്ക് പോകണമെന്ന് പറഞ്ഞു. എനിക്ക് എന്താണ് നിന്റെ സൗകര്യം എന്നാണ് ചോദിച്ചത്. അതല്ലാണ്ട് പിന്നെ എന്നെ കൊണ്ടുപോകണമെന്ന് പറഞ്ഞിട്ടില്ല. ഞങ്ങൾക്ക് പോകണമെന്നുണ്ട്, ഞങ്ങൾ ആരെങ്കിലും കൂടെ പോകാനുള്ള ഒരു പരിപാടി അവർ പ്ലാൻ ചെയ്തത്. ഞാൻ പറഞ്ഞു ഞാൻ കൊണ്ടുപോയിക്കോളാം. ഞാൻ അങ്ങോട്ട് കൊടുത്തതാണോ? സർപ്രൈസ് ഒന്നും കൊടുത്തില്ല, കാരണം സർപ്രൈസ് കൊടുക്കാൻ വളരെ മിടുക്കനാണെന്ന് എനിക്കറിയാം. അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ നമുക്ക് ഒരുമിച്ചിട്ട് എല്ലാവർക്കും കൂടി പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ അവർക്ക് ഭയങ്കര ഹാപ്പിയായി. അവിടെ പോയപ്പം ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ട് കേട്ടോ, അത് പറയണം അപ്പോൾ. പറഞ്ഞോട്ടെ, കേൾക്കാം. അപ്പോൾ നമ്മൾ ഉംറയ്ക്ക് പോയി. ഉംറയ്ക്ക് പോയപ്പം അവർ ഇങ്ങനെ നടക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കുമല്ലോ, അപ്പം വീൽ ചെയർ ആയിരുന്നു. അപ്പോൾ ഉമ്മക്ക് നിർബന്ധം, ഞാൻ അറിയാണ്ട് ഞാൻ എങ്ങനെ പറഞ്ഞാലും ഞാൻ ഉമ്മക്ക് നടക്കാൻ സമ്മതിക്കില്ല വീൽ ചെയറിൽ. കാരണം ഉമ്മ അത്രയും ഒരു സൂചി കുത്തുന്ന സ്ഥലമില്ല. അപ്പോൾ അവിടുന്ന് ഒരു ഉംറ ചെയ്യാന്ന് പറയുന്നത് നമുക്ക് ചിന്തിക്കാനും പറ്റില്ല. കാലിൻ്റെ മുട്ടിന് വേദന, മുട്ടിനൊക്കെ എപ്പോഴും തൈലിട്ടിട്ട് പുരട്ടുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞു നിങ്ങൾ വീൽ ചെയറിൽ പോയാൽ മതി എന്ന് പറഞ്ഞേ. അപ്പം അങ്ങനെ മുട്ടിൽ തൈലമൊക്കെ ഇട്ടിട്ട് വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അവരെ കൊണ്ട് ഇങ്ങനെ നടത്തിക്കേണ്ട, വീൽ ചെയർ ഉപയോഗിച്ചിട്ടാണ് അവരെ കൊണ്ട് ഉംറ ചെയ്യിച്ചത്. അപ്പോൾ ഒരു ദിവസം പിന്നെ 3 മണിയാകുമ്പോൾ, രാത്രി 3 മണി 3:30 4 മണിയാകുമ്പോൾ ഞാൻ അറിയാണ്ട് എൻ്റെ മോളെയും കൂട്ടി എൻ്റെ വൈഫിനെയും കൂട്ടിയിട്ട് ഓരോ റൂമിലാണ് കിടന്നത്. ഉമ്മയും വൈഫും മോളും ഒക്കെ ഒരു റൂമിലാണ്, അല്ല മോള് വേറെ റൂമിലാണ്. മോള് കൂട്ടിയിട്ട് അറിയാണ്ട് പോയി കളഞ്ഞ് പോയി ഉംറ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവരെ കൈ വിട്ടുപോയി. ഉമ്മാൻ്റെ സിസ്റ്ററേയും കൈ. അവർക്കാണെങ്കിലും അമ്മക്ക് സിസ്റ്റർക്കാണെങ്കിൽ ആരെ ഫോൺ നമ്പറും ഇല്ല, നമ്മളെ ഒരു ഫോൺ നമ്പറും ഇല്ല. അവർക്ക് ആകെ അറിയുന്നത്, സിസ്റ്റർക്ക് ആകെ അറിയുന്നത് സിസ്റ്ററിൻ്റെ മോൻ്റെ നമ്പർ, ഇന്ത്യയിലുള്ള നമ്പർ അറിയുള്ളൂ. പിന്നെ സ്ഥലവും അറിയില്ല. നമ്മൾ ക്ലോക്ക് ടവറിലാണ് താമസിച്ച്, അതും അറിയില്ല അവർക്ക്. ചുരുക്കി പറയുകയാണെങ്കിൽ അവരെ മിസ്സായിട്ട് പെട്ടെന്ന് പിന്നെ എൻ്റെ മോൻ വിളിച്ച് പറയുന്നത്. ഞാൻ അതേ സമയത്ത് ഞാനും ഇവരെ നോക്കി, ഇവരെ റൂമിൽ പോയി മുട്ടുന്ന, ഇവർ തുറക്കുന്നില്ല. അപ്പോൾ ഇവർ എവിടെയോ പുറത്തായിരിക്കും എന്ന് വിചാരിച്ച്. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടാണ് ഇവരെ കാണാണ്ടായിരിക്കുമ്പോൾ വിളിക്കുന്നത്. ആകെ ടെൻഷനായിപ്പോയി. ടെൻഷൻ അടിച്ചിട്ട് നമ്മളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിക്കുക. അപ്പോൾ നമ്മളെ ഈ കാല് ഒന്നാമത്തെ 1-2 മണിക്കൂർ നേരത്തേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിച്ച് കാലൊക്കെ ശരിക്കും തമ്മിൽ ഉറഞ്ഞിട്ട് വ്രണം വരായി, നടക്കാൻ പറ്റാത്ത സ്ഥിതിയായി. കുറച്ച് കഴിഞ്ഞപ്പോൾ ഉണ്ട് ഒരാൾ, പിന്നെ എൻ്റെ പെങ്ങളമ്മ വിളിക്കുന്നത്, എൻ്റെ നെവ്യൂ ഷിബിൽ വിളിക്കുന്നു. ഷിബിൽ വിളിച്ചിട്ട് പറഞ്ഞ് ഞങ്ങൾ ബേജാറാണ്ട് ഉപ്പാനും ഉമ്മാനും ഒരാളടുത്ത് കിട്ടിയിട്ടുണ്ട്, അയാളെ നമ്പർ അയച്ചു തന്ന്. അപ്പോൾ അയാളെ തിരിച്ച് വിളിച്ച്, അയാളെ വിളിച്ചപ്പോൾ അയാൾ പറഞ്ഞ് ഞാൻ അവിടെ മൂപ്പർ ജോലിക്കാരനായി, മെയിൻ്റെനൻസ് വർക്ക് ഉണ്ടല്ലോ അതിൻ്റെ ആളാണ്, റസാഖ് എന്ന അയാളുടെ പേര്. അയാൾ വിളിച്ചു പറഞ്ഞ് നിങ്ങൾ ബേജാറാവണ്ട, ആൾ എൻ്റെ സ്ഥലത്ത് ഞാൻ എത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞ്. പിന്നെ അണ്ടർഗ്രൗണ്ടിലുള്ള ഒരു സ്ഥലമുണ്ട്, അവിടെ ഇരുത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അവർ പറഞ്ഞോ? അതെ, ഉമ്മയും അവരും പറഞ്ഞു കാണും അല്ലേ? മിസ്സായി പോയിട്ട് അവരങ്ങനെ അവർ പോയിട്ട് കുറേ ആൾക്കാരടുത്ത് ഇങ്ങനെ പോയി, ഹിന്ദിക്കാരടുത്തൊക്കെ. ഒരു മലയാളി എന്ന് പറഞ്ഞിട്ട്, അപ്പോൾ ഒരു പാകിസ്ഥാനി ഒരു മലയാളീനെ അങ്ങനെ പിടിച്ച് ഉമ്മാൻ്റെ കൊണ്ടുകൊടുത്ത്. അപ്പോൾ അവൻ കുറച്ചൊരു ഹെൽപ്ഫുൾ മൈൻഡുള്ള ഒരാളായതുകൊണ്ട് ശരിക്കും അറിയാതെ ആയിരിക്കും അല്ലേ? മലബാർ ഗോൾഡിന്റെ ആളുകളാണെന്നൊന്നും ചിലപ്പോൾ അവർക്ക് അറിയാം. മലബാർ ഗോൾഡ് പോയിട്ട് ആരും എന്താണെന്ന് അറിയില്ല. ഇവരെ കണ്ടാൽ അങ്ങനെ മലബാർ ഗോൾഡ് ഇവരെ എല്ലാവരും ഒരുപോലെ അല്ലേ? അതെ, വലിയൊരു ആളുടെ ഒരു കാര്യം. അപ്പോൾ അവരെ കൊണ്ടുപോയിട്ട് അവിടെ അടിയിലിരുത്തി. അങ്ങനെ പിന്നെ എനിക്ക് ബേജാറി, ഇനിയിപ്പോൾ അവിടുന്ന് മിസ്സാകുമെന്ന്, അവിടുന്ന് പോയി പോകുമെന്നുള്ളത്. അവിടെ നിന്നെല്ലാം കൂടി ഒരു 1.5-2 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ പിന്നെ 1.5 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് അവരടുത്ത് എത്തുന്നത്. പല വഴികൾ അടച്ചിട്ട്, മക്കത്ത് അങ്ങനെയാണല്ലോ, വലിയൊരു ഏരിയ ആണല്ലോ, നമ്മൾ അതിലൂടെ പോകുമ്പോൾ അവരങ്ങ് അടയ്ക്കും, പിന്നെ നമുക്ക് അങ്ങോട്ട് കിടക്കാൻ കഴിയില്ല. അങ്ങനെ അവരടുത്ത് എത്തിപ്പെടുമ്പോൾ 1.5 മണിക്കൂർ ആളെ കണ്ടപ്പോഴാണ് സമാധാനമായി. ഞങ്ങളെ ട്രെയിന്, ഞങ്ങൾ അന്ന് മദീനക്ക് പോകണ്ടേ രാവിലെ, ആ ട്രെയിൻ മിസ്സായി, വേറൊരു ട്രെയിനിനാണ് നമ്മൾ പോയത്. ഞാൻ ഇപ്പൊ മുമ്പ് പറഞ്ഞു സർപ്രൈസ് കൊടുക്കാൻ മിടുക്കനാണ് ഫൈസൽക്ക. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ സർപ്രൈസ് കൊടുത്തത് ജാമിയത്താത്തൊക്കെ ആയിരിക്കും. ജാമ്യക്കും കൊടുത്തിട്ടുണ്ട്, മകനും കൊടുത്തിട്ടുണ്ട്, ഒരേപോലെ കൊടുത്തിട്ടുണ്ട്. ഞാൻ കൂടുതലായിട്ട് ജാമ്യത്താത്ത ലാസ്റ്റ് വീഡിയോ കണ്ട്, മകന് അതിന് മുമ്പ് കൊടുത്തിട്ടുണ്ട്. ആണല്ലേ? ഓക്കെ. ഞാൻ എപ്പോഴും വിചാരിക്കും എന്തൊരു ഭാഗ്യം ചെയ്ത ഒരു മക്കളാണ് ഇവരെന്നൊക്കെ. ഇങ്ങനെ ഇത്രയും നല്ലൊരു ഉപ്പേനെ കിട്ടിയല്ലോ എന്നൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ചിന്തിക്കാറുണ്ട്. അപ്പം ആ ഒരു കാറ് കൊടുക്കുന്ന ഒരു വീഡിയോ ഉണ്ടല്ലോ, എനിക്ക് തോന്നുന്നു ഇപ്പൊ ഈ അടുത്തൊരു വീഡിയോ ഇറക്കിയല്ലോ, അത് ഭയങ്കര രസമായിരുന്നു. ആ വീഡിയോ ഒന്ന് കാണാം നമുക്ക്. മകൾക്ക് കൊടുക്കുന്നത്. അവളാണെങ്കിൽ ഭയങ്കര സിമ്പിളാണ്, സിമ്പിളുമാണ്, പിന്നെ ഭയങ്കര സിൻസിയറാണ്. ഇന്ന് വരെ എനിക്കൊരു
ഇന്നത് വേണമെന്നോ അല്ലെങ്കിൽ അങ്ങനെ ഒരു 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 ടെൻഷനും തരാത്തൊരു മോളാണ്. ഭയങ്കര എന്താ പറയാ, അവളെ പറ്റി വർണ്ണിക്കാൻ. അതെ. ഓക്കെ, നമുക്ക് വീഡിയോ ഒന്ന് കാണാല്ലേ. നമ്മള് വലിയൊരു സർപ്രൈസ് കൊടുക്കാൻ പോവാണ്. അപ്പൊ എന്റെ മോള് ജാമ്യന്റെ മോളാണിത്. നമുക്കിപ്പോ ഒരു വലിയൊരു ഒന്നിച്ചൊരു 100 മില്യൺ ദിറംസ് കൊടുക്കാന്ന് പറഞ്ഞാൽ നമുക്ക് താല്പര്യമില്ല. പോക്കൊരു സർപ്രൈസ് കൊടുക്കും, മോളൊരു മുഖത്തുണ്ടാകുന്ന ഒരു ഭാവം അങ്ങനെ ഉണ്ടെന്ന് നോക്കാം. ബാക്കിന്ന് കാറിന്റെ ചാവി മാറി കൊടുത്തിട്ട്, ഇത് ജാമ്യക്കുള്ള കാറാണ്. ചാവി നിനക്കുള്ള കാറാണ് ഇത്. ചാവി കൊടുക്കും. അടിപൊളി കാറാണ്, നല്ല അടിപൊളി ഇന്റീരിയറും. ശരിയാ, ഭയങ്കര സിമ്പിളാണ്. അങ്ങനെ സിമ്പിളാ. ഓളാ വണ്ടി ഉപയോഗിച്ചിട്ടില്ല, ഓൾക്ക് ആ വണ്ടിനോട് താല്പര്യമില്ല. പക്ഷെ എന്നെ വിഷമിപ്പിക്കണ്ടെന്ന് വെച്ചിട്ടാണ് ഓള് ആ ചാവി ആ സമയത്ത് വാങ്ങിച്ചത്. അപ്പൊ പിന്നെ അതിന് ശേഷം ആരാ വണ്ടി ഉപയോഗിക്കുന്നത്? വണ്ടി ഉപയോഗിക്കുന്നത് ഞാൻ തന്നെ. ഞാൻ ഉപയോഗിക്കൂ, പിന്നെ മകനും ഉപയോഗിക്കൂ, എന്റെ സണ്ണിലും ഉപയോഗിക്കൂ, മാറി മാറി ഉപയോഗിക്കും. എങ്ങനെയാ ശരിക്കും ആള്? നമുക്ക് ഡ്രസ്സിംഗ് ഒക്കെ കണ്ടാൽ തന്നെ അറിയാം, ഭയങ്കര സിമ്പിളാണ്. വളരെ സിമ്പിളാണ്. ആള് ഫുൾ കൈയുള്ളതായിട്ടുള്ളൂ. ആള് പിന്നെ ആൾക്ക് അങ്ങനെ ഒരു ഓർണമെന്റ്സ് ഒന്നും അധികം ധരിക്കൂല. അങ്ങനെ ഒരു ശരിക്കും പറയാ നിറകൂടം തുളുമ്പൂല, അത് ആപ്റ്റാ പുള്ളിയുടെ അടുത്ത്. ഭയങ്കര സിമ്പിളാണ്, ഭയങ്കര നല്ല ക്യാരക്ടറാണ്. അതുപോലുള്ള പെൺകുട്ടികളെ ഞാൻ കണ്ടില്ല. അത്ര നല്ല ക്യാരക്ടറിലുള്ള ഒരു കുട്ടികളെ ഞാൻ കണ്ടിക്കില്ല ഓളെ പ്രായത്തിൽ. ആദ്യം അങ്ങനെ തന്നെ പഠിക്കുന്ന സമയത്ത് ഭയങ്കര ഇതാണ്. ഓക്കെ, ഇപ്പൊ ഫൈസൽ ഖാനെ നമുക്ക് ഇപ്പൊ എല്ലാവർക്കും അറിയാം, ഇപ്പൊ ഭയങ്കര. പക്ഷെ ഇതൊന്നും അല്ലാതിരുന്ന ഒരു ഫൈസൽ ഖാൻ ഉണ്ടായിരുന്നല്ലോ. എങ്ങനെയായിരുന്നു ഇതിലേക്കുള്ള ഒരു വളർച്ച? അതെ, ഞാനിപ്പം പണ്ടൊക്കെ എനിക്ക് ഭയങ്കര സംസാരിക്കാനും പേടിയാണ്. ഇപ്പവും പേടിയുണ്ട്. പേടിക്കണ്ടോ കേട്ടോ? ഇപ്പൊ പേടിയുണ്ടോ? ഇപ്പം കുറച്ച് പേടിയുണ്ട്. എന്തിനാണ് പഠിച്ചത്? കൂളായി ഫൈസൽ ഖാൻ. ഞാൻ കൂളായിക്കോളാം. നിങ്ങൾ കൂളായാലും എനിക്ക് കൂളാൻ പറ്റുള്ളൂ. അപ്പോൾ ആ സമയത്ത് ഭയങ്കര പേടിയാണ്. ഇപ്പോൾ ഒരു 10 ആൾ കൂടുന്നിടത്തിൽ അല്ലെങ്കിൽ 4 ആൾ കൂടുന്നിടത്തിൽ കയറി സംസാരിക്കുക ഒരു പേടി, ഉൾവലിവാണ്. പിന്നെ മീറ്റിങ്ങിൽ അഭിപ്രായമൊന്നും പറയൂല, ഭയങ്കര പേടി. അതുകൊണ്ട് എൻ്റെ കരിയറിനൊക്കെ ശരിക്കും ബാധിച്ചിട്ടുണ്ട്. ഞാൻ ഒരു പ്രാവശ്യം നമ്മൾ കൊല്ലം മലബാർ ഗോൾഡ് ഉദ്ഘാടനത്തിൽ ലാലേട്ടനും മോഹൻലാലും നമ്മളെല്ലാം കൂടി ഒരു പ്രസ് മീറ്റ് ആയിരുന്നു. മോഹൻലാലിൻ്റെ തൊട്ടടുത്ത് ഞാനായിരിക്കുന്നത്. എല്ലാം കൂടി ഉള്ളിൽ ഭയങ്കര പേടിച്ചിട്ടാണെങ്കിൽ നന്ദി പറയാൻ പറഞ്ഞു. പിന്നെ എന്തെല്ലോ അടിച്ച് പിറ്റേ ആ സമയത്ത് എൻ്റെ അടുത്ത് വിളിച്ചിട്ട് ഒരു കമ്പനി നിങ്ങൾക്ക് അറിയാമല്ലോ, ഒരു പ്രൊഫഷണൽ കമ്പനിയല്ലേ, എന്നോട് പറഞ്ഞു മേലിൽ ഇങ്ങനെ പ്രസ് മീറ്റിലൊന്നും ഇരിക്കേണ്ടത്. അപ്പോൾ അവിടെ പോയിട്ട് വീട്ടിലൊക്കെ പോയിട്ട് ശരിക്കും കരഞ്ഞിട്ടുണ്ട് ഭയങ്കര. പിന്നെ അത് തന്നെ ഇങ്ങനെ കുറേ ദിവസത്തേക്ക് അങ്ങനെ ഉണ്ടാവില്ല, നമ്മളിങ്ങനെ ഇൻസൾട്ടഡ് ആകണല്ലോ, നമുക്കൊന്നും പറ്റുന്നില്ല. അങ്ങനെ പിന്നെ നമ്മൾ കുറേ ട്രെയിനിങ് ക്ലാസ്സുകൾ, പിന്നെ അതുകൂടാണ്ട് കുറേ അസോസിയേഷൻസ്, ബിസിനസ് ക്ലബ്ബ്, റോട്ടറി, ലയൺസ്, എല്ലാ സകല ഗുലാബിലും കയറി. പിന്നെ മെല്ലെ പിന്നെ ടോസ് മാസ്റ്റർ എല്ലാം കയറിയപ്പോൾ കുറച്ച് ഇപ്പൊ നിങ്ങളുടെ അടുത്തൊക്കെ അങ്ങനെ പിടിച്ചിരിക്കുന്ന ഇപ്പൊ ഞാൻ കുറേ കാണാറുണ്ടല്ലോ, അതൊക്കെ അടിപൊളിയായിട്ട് ചെയ്യുന്നുണ്ടല്ലോ, പ്രസംഗിക്കുന്നുണ്ട്, ഇംഗ്ലീഷിൽ വരെ പ്രസംഗിക്കുന്നുണ്ട് കാര്യം പോക്കാ. അല്ല എന്നാലും ഞാൻ കണ്ട് ഒക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഒരു കോൺഫിഡൻസ് കൂടി, കുറച്ച് കോൺഫിഡൻസ് ഉണ്ട്. എന്നാലും ചില സമയത്തുണ്ടല്ലോ, എല്ലാ സമയത്തും ഒരുപോലെ ആവില്ല, ചില സമയത്ത് പതറിപ്പോവും. ഇപ്പം ചെറിയൊരു പേടിയുണ്ട് ഉള്ളിലുണ്ട്. അത് വേണ്ട ഫൈസൽക്ക്, ഇപ്പൊ തീരെ വേണ്ട. ധൈര്യത്തിൽ ഇറങ്ങാം. പക്ഷെ ഫസ്റ്റ് ഒരു മാർക്കറ്റിംഗ് ചെയ്തത് ഞാൻ കേട്ടിട്ടുണ്ട്. മുകളില് ഒരു ജ്വല്ലറി സെറ്റപ്പ് പോലെ ആക്കിയിട്ട് താഴെ നിൽക്കുന്ന ഒരു കല്യാണ പാർട്ടിന്റെ അടുത്ത് ഫൈസൽക്ക് ഒരു മടിയും കൂടാതെ ചെന്ന് സംസാരിച്ചു. അപ്പം ഓക്കെയാണ്. ആ സമയത്ത് നമുക്ക് നിവൃത്തിയില്ലല്ലോ, ജീവിക്കണ്ടേ. അപ്പൊ നമ്മള് ഒരു 400 സ്ക്വയർ ഫീറ്റിലുള്ള ഒരു ഷോപ്പ്, അതും അപ്സ്റ്റെയറിൽ. അപ്പോൾ അടിയിൽ ഇങ്ങനെ ആലുക്കാസിലൊക്കെ പോകുന്ന കല്യാണ പാർട്ടി ഉണ്ടാവും. അപ്പോൾ അവരിങ്ങനെ നമുക്കറിയാം കുറേ ആൾക്കാർ കൂടി വരുമ്പോൾ ഒരു ബാഗ് ഉണ്ടാവും. അപ്പോൾ ഓരോരുത്തർ പോയിട്ട് അസ്സലാമു അലൈക്കും എന്ന് പറയും. അലൈക്കും. നമ്മളൊരു ചെറിയ ഷോപ്പ് മോഡലുണ്ട്, ഒന്ന് ജസ്റ്റ് ഒന്ന് കയറി നോക്കണം. കയറി നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമില്ല നിങ്ങൾ പോയിക്കൊള്ളി എന്ന് പറയും. അങ്ങനെ ചില ആൾക്കാർ കയറി നോക്കൂ, ഒരപ്പം തന്നെ ഇറങ്ങിപ്പോവും. കുറച്ച് കഴിഞ്ഞ് ചിലപ്പോൾ അവർ തിരിച്ചു വരും. അങ്ങനെ തിരിച്ചു വരുമ്പോൾ നമുക്ക് ഭയങ്കര ത്രില്ല. അപ്പോൾ നമുക്ക് എന്താ വെച്ചാൽ കൂടുതൽ ആൾക്കാരെ അങ്ങനെ കുറേ ക്യാൻവാസ് ചെയ്യാനുള്ളൊരു. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ അവരെ വീട്ടിൽ കല്യാണത്തിന് പോകും. പിന്നെ അങ്ങനെ ഒരു ഫാമിലി കണക്ഷന്മാരെയാവും. അങ്ങനെ പിന്നെ കുറെ കൺസിസ്റ്റന്റ് ആയിട്ട് ബിസിനസ് വന്നിന് ആ സമയത്ത്. എങ്ങനെയാ സ്റ്റോറി എങ്ങനെയാ ഫൈസൽ ഖാന്റെ ഒരു ഇൻസ്പിറേഷൻ ആണ് അത് കേൾക്കുമ്പോൾ? അതെ, നമ്മള് ശരിക്കും പറയുകയാണെങ്കിൽ കൊപ്പറ ഫീൽഡിലായിരുന്നു, വല്യങ്ങാടിയിൽ. വല്യങ്ങാടി അറിയില്ലേ? ബീച്ചിന്റെ അടുത്ത്.
അതെ, നമ്മളെ ബീച്ചിൻ്റെ അടുത്തുള്ള കോർട്ട് റോഡ്, അവിടെ സിൻഡിക്കേറ്റ് പ്രൊഡ്യൂസ് കമ്പനി, ഞാൻ യുണൈറ്റഡ് പ്രൊഡ്യൂസ് കമ്പനിയിലായിരുന്നു. ഞാൻ ശരിക്കും ഇവിടുന്ന് ഒരു 40 കിലോമീറ്റർ ദൂരമുള്ള മേപ്പയൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പോൾ നമ്മളുടെ അടുത്ത് നമുക്ക് പഠിപ്പിൽ വളരെ മോശമാണ്. അപ്പം പിന്നെ ഞാൻ ജസ്റ്റ് പ്രീ ഡിഗ്രി പാസ്സായിട്ടുള്ളൂ. അങ്ങനെ ഒരു 4-5 പ്രാവശ്യമൊക്കെ എഴുതിയിട്ട്. അപ്പോൾ എൻ്റെ ബ്രദർ എന്നെക്കാളും മുമ്പ് അമ്മാവൻ്റെ അടുത്ത് ജോലിക്ക് കയറിയിട്ടുണ്ട് ഈ കൊപ്പരയിൽ. അപ്പം ഞാൻ അമ്മാവൻ്റെ അടുത്ത് പോയിട്ട് പറഞ്ഞ് എന്നെയും കൂടി ഒന്ന് കൊണ്ടുപോകണോ. അപ്പം എനിക്ക് ഇപ്പം നമുക്ക് അന്ന് ആ സമയത്ത് ഒരു പൊറോട്ടയും ചിക്കൻ കറിയൊക്കെയാണ് നമുക്ക് താല്പര്യം കഴിക്കാൻ. ഒരു മട്ടൻ ചാപ്സ്, ഇതൊക്കെയാണ് നമ്മളെ കഴിക്കുന്നത്. നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ്. ഇതൊന്നും കഴിക്കാൻ പൈസയൊന്നുമില്ല. ഒരു കൂട്ടുകാരൻ്റെ കൂടെ പോകാൻ പൈസയില്ല, അവൻ്റെ അടുത്ത് പൈസ ഉണ്ട്. അപ്പം ഞാൻ അങ്ങനെ പോയിട്ട് പല ജോലിക്ക് ശ്രമിച്ചു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയപ്പോൾ അദ്ദേഹം എന്നെയും കൂടി കൂട്ടി. നമ്മളൊരു യുണൈറ്റഡ് ഉമ്മാൻ്റെ ആദ്യത്തെ ഒരു പ്രോപ്പർട്ടി വിറ്റിട്ട്. അന്ന് എത്ര വയസ്സായിരുന്നു ഇത് ചെയ്യുന്ന സമയത്ത്? ആ സമയത്ത് ഒരു 21-22. ചെറിയ പ്രായത്തിൽ. ഇപ്പം 56. 21 വയസ്സിലൊരു പ്രോപ്പർട്ടി ഉമ്മ വിറ്റ് തരികയാണ്. മോനിലുള്ള ഒരു വിശ്വാസമാണത്. അതെ അതെ അതെ. ഉമ്മ എന്തും റെഡിയാ. ഉമ്മ അല്ല, ശരിക്കും പ്രോപ്പർട്ടി വെക്കുന്ന ഉപ്പയാണ്. ഉമ്മ കല്യാണം കഴിച്ചാൽ ആണുങ്ങൾക്കാണല്ലോ ഉപ്പാണ് വിറ്റത്. കാരണം ഉപ്പ വിറ്റിക്കില്ലെങ്കിൽ നമുക്കതൊന്നും ചെയ്യാൻ കഴിയില്ല. ഉമ്മ എന്തും റെഡിയാ. പക്ഷെ ഉപ്പൻ്റെ ഒരു സപ്പോർട്ട് ഉള്ളത് കൊണ്ടാണ് അന്ന് അങ്ങനെ സാധിച്ചത്. അപ്പം ആ യുണൈറ്റഡ് പ്രൊഡ്യൂസ് കമ്പനി എന്ന് പറഞ്ഞ കമ്പനിയിൽ ഒരു 2 വർഷം 3 വർഷം വർക്ക് ചെയ്തു, ബിസിനസ് ചെയ്തു പാർട്ട്ണറായിട്ട് നമ്മളെ ഇപ്പോൾ അമ്മാവൻ്റെ കൂടെ തന്നെ. അത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ ഈ കർഷകർ വരുമല്ലോ, കർഷകർ പിന്നെ നമ്മൾ കൊപ്പരയ്ക്ക് ഒരു ഷീട്ട് കൊടുക്കും, ഒരു ചെക്ക് മാതിരി. നമ്മൾ റോൾ ചെയ്യും. ഒരു 10 ദിവസം ഡേറ്റ് ഇട്ടിട്ട്, ഇന്നിപ്പം ഫെബ്രുവരി മാർച്ച് ഒരു 30-ാം തീയതി ഇട്ട് കൊടുക്കും. ഇന്ന് മാർച്ച് പിന്നെ 21-ആണ്. 30-ാം തീയതി ഡേറ്റ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ ഷീറ്റ് ശരിക്കും ചെക്ക് മാതിരി തന്നെ പോലെ പേര് എഴുതും, അടിയിൽ എമൗണ്ട് എഴുതും, ഒപ്പിടും. ഈ എവിടെ കൊണ്ടുപോയാലും ഏത് ജ്വല്ലറി കൊണ്ടുപോയാലും അവർക്ക് സ്വർണം കിട്ടും. സ്വർണവും കിട്ടും, പിന്നെ അതുപോലെ അരി കിട്ടും, പഞ്ചസാര കിട്ടും. ഓഹോ, അത് കൊടുത്താൽ മതി, പൈസക്ക് പകരം അത്രയും ട്രസ്റ്റാണ്. അങ്ങനെ നമ്മൾ ആലുക്കാസിലും അതുപോലെ ഫാഷൻ ജ്വല്ലറി, വർണ്ണന ജ്വല്ലറി ഒക്കെ വിളിച്ചു കയറി അവിടെ പോയിട്ട് സ്വർണം മേടിച്ചു പോകും. അങ്ങനെ അതിന് കൂടുതൽ ആവശ്യക്കാരിങ്ങനെ വന്നപ്പോഴാണ് നമുക്ക് എന്തുകൊണ്ട് തുടങ്ങിക്കൂടാതെ. അങ്ങനെയാണ് നമ്മൾ ജ്വല്ലറിയിലേക്ക് എത്തുന്നത്. അങ്ങനെയാണ് ഒരു 400 സ്ക്വയർ ഫീറ്റിൽ അന്നത്തെ ഒരു 45-50 lakh റുപ്പീസാണ് അന്നത്തെ ക്യാപിറ്റൽ. പേര് സജസ്റ്റ് ചെയ്യുന്നത് നമ്മളൊരു കസിൻ ബ്രദറുണ്ട്, മജീദ്ക്ക. പുള്ളി നമ്മളെ കൂടെ സ്റ്റാർട്ടിങ്ങിലുള്ള ആളാണ്. അപ്പം മജീദ്ക്ക ആണ് മലബാർ ഗോൾഡ് എന്നുള്ള പേര് പറയുന്നത്. മലബാർ എന്നുള്ള അത് പുള്ളി പിന്നെ പേരാമ്പ്രയിൽ ആരോടൊക്കെ സംസാരിച്ചപ്പോൾ പുള്ളിക്ക്. എവിടെയായിരുന്നു ജ്വല്ലറി? കോഴിക്കോട് മേലെ പാളയത്ത് MM അലി റോഡിൽ ഒരു ചെറിയ ഷോപ്പ്. ഏത് വർഷമാണ് ജ്വല്ലറി സ്റ്റാർട്ട് ചെയ്യുന്നത്? 1993. അപ്പൊ ഇത്ര വയസ്സായിരുന്നു? അത് 26 നമ്മുടെ മേലെപ്പാളയത്ത് തന്നെ. അന്ന് ഫസ്റ്റ് കിട്ടിയ ഒരു സാലറി അല്ലെങ്കിൽ നമുക്ക് കിട്ടിയൊരു പ്രോഫിറ്റ് എത്രയാന്ന് ഓർമ്മയുണ്ടോ? സാലറിയോ? അന്ന് കിട്ടിയ സാലറി എനിക്ക് നല്ല ഓർമ്മയുണ്ട്. 1500 റുപ്പീസാ. 1500 രൂപ. അന്നത്തെ എൻ്റെ സാലറി 1500 രൂപ. ആ സമയത്ത് ഞാൻ കല്യാണം കഴിച്ചു. ഒരു കൊല്ലം കല്യാണം കഴിച്ചു. ഒരു കൊല്ലം കഴിയുമ്പോഴത്തേക്ക് 27-ാമത്തെ വയസ്സിൽ ഞാൻ 94-ൽ കല്യാണം കഴിച്ചു. കല്യാണം കഴിച്ച സമയത്ത് ഞാൻ അവളെയും കൂട്ടിയിട്ട് ഒരു ചുരിദാർ വാങ്ങിക്കാൻ പോയി. അന്ന് ആ ട്രെൻഡ് എന്ന് പറയുന്ന ഒരു പിന്നെ ചുരിദാറിൻ്റെ ഷോപ്പാണ്. നമ്മളെൻ്റെ ഒരു ഫ്രണ്ട് ഇജാസിൻ്റെ ഷോപ്പാണ്. അവിടെ പോയിട്ട് ഇജാസ് എന്ന് പറഞ്ഞ ആൾ അന്നാണ് പരിചയപ്പെടുന്നത്. അപ്പോൾ അവിടെ പോയിട്ട് നോക്കുമ്പോൾ ഓളൊരു 3500 റുപ്യേൻ്റെ ചുരിദാർ എടുത്തു ആ സമയത്ത്. അന്ന് 3500 എന്ന് പറയുമ്പോൾ എനിക്ക് ചിന്തിക്കാൻ കൂടി പറ്റില്ല. പിന്നെ അവൾ ഫസ്റ്റ് സെലക്ട് ചെയ്യാണല്ലോ ഭാര്യ. എൻ്റെ അടുത്താണെങ്കിൽ 1500 റുപ്പീസ് എൻ്റെ കയ്യിലുള്ളൂ, സാലറി ഉള്ളൂ. അല്ല, കയ്യിൽ തന്നെ 1500-2000 റുപ്പീസ് എൻ്റെ കയ്യിലുള്ളൂ. അവിടെ കടം പറഞ്ഞു, ചുരിദാർ അവൾക്ക് വാങ്ങിക്കൊടുത്ത് അവിടുന്ന് പിന്നെ പിറ്റേന്ന് 2 ദിവസം കഴിഞ്ഞ് അവിടെ കൊണ്ടുകൊടുത്തു. എന്നാലും നിരസിച്ചില്ല, വേണ്ടാന്ന് പറഞ്ഞില്ല. അത് വലിയൊരു കാര്യം. ഫസ്റ്റിൽ സെലക്ട് ചെയ്തിരുന്ന ഒരു ചുരിദാറാണല്ലോ, അതെനിക്ക് നല്ലൊരു ഓർമ്മയാണ്. ഇപ്പോൾ 13 രാജ്യങ്ങളിലായിട്ട് 386 ഷോപ്പാണോ?
300 കറക്റ്റ് നമ്പർ എനിക്ക് തന്നെ ഓർമ്മയില്ല. അങ്ങനെ എന്തോ ഞാൻ ഡെയിലി ഇപ്പോൾ അധിക ദിവസം ഉദ്ഘാടനം ഉണ്ടാവും. അന്ന് ശരിക്കും എത്ര എംപ്ലോയീസ് ഉണ്ടായിരുന്നു അന്ന് വർക്ക് ചെയ്യുന്ന സമയത്ത്? നമ്മൾ ഇനീഷ്യലി 1993 എനിക്ക് തോന്നുന്നത് എല്ലാം കൂടി ഒരു 12 ആള് അത്രേ ഉള്ളൂ. ഇന്ന് അതിലുള്ള ആരെങ്കിലും ഇന്നും കൂടെ ഉണ്ടോ? അതിലുള്ള ഒരാള് ഈ അടുത്താണ് റിസൈൻ ചെയ്തത്. നവാസ്, ഇപ്പോൾ നവാസ് എന്ന് പറഞ്ഞ ആളുണ്ട്, നമ്മളൊരു ബോയ് ആയിട്ട് അന്നെടുത്ത നവാസ് ഇന്നും ഉണ്ട്. നവാസ് അന്ന് പയ്യനാ, ഇപ്പോൾ എൻ്റെ മക്കളെ കല്യാണം കഴിച്ചു. നവാസ് ഉണ്ട്. പിന്നെ ഗംഗാരേട്ടൻ എന്ന് പറഞ്ഞ ആള് അന്ന് കുറച്ച് പ്രായം ഉണ്ടായിരുന്നു. ആള് ഇപ്പോൾ അടുത്ത് റിട്ടയർഡായി, 1 വർഷമായിട്ടുണ്ടാവും. ഓക്കെ. ഇപ്പൊ എത്ര എംപ്ലോയീസ് ഉണ്ട്? ഇപ്പോൾ ഒരു 27,000 ടോട്ടൽ. എനിക്കൊന്ന് കോഴിക്കോടാണ് വേൾഡിലെ ബിഗ്ഗസ്റ്റ് ആയിട്ടുള്ള ഏറ്റവും ബിഗ്ഗസ്റ്റ് ജ്വല്ലറി എന്ന് പറയുന്നത് കോഴിക്കോടാണ്. ഏകദേശം 1 ലക്ഷം സ്ക്വയർ ഫീറ്റ് ഏരിയയിൽ ഉള്ള ഒരു വിശാലമായിട്ടുള്ള എസ്കലേറ്റർ ഉള്ള ഒരു ഷോറൂം. എനിക്ക് തോന്നുന്നത് അത്രയും വലിയ ഷോറൂം വേൾഡിൽ ഉണ്ടാവില്ല. ഇല്ല. ഓക്കെ. അപ്പൊ അത് മലബാർ ഗോൾഡിൻ്റെതല്ല, ടോട്ടൽ വേൾഡിലുള്ള ഏറ്റവും വലിയ ജ്വല്ലറിയാണ്. ടോട്ടൽ വേൾഡിൽ ഏറ്റവും വിസ്താരം കൂടിയ, ഏറ്റവും സ്ക്വയർ ഫീറ്റ് ഏറ്റവും വലിപ്പം കൂടിയ ജ്വല്ലറി ഇപ്പം കോഴിക്കോടുള്ള മലബാർ ഗോൾഡ് ഡയമണ്ട് ജ്വല്ലറിയാണ്. എനിക്ക് തോന്നുന്നു തുടക്കത്തില് 17 പേര്, ഇപ്പം 25,000 പേര്, 27,000 പേര് അല്ലേ? അതൊക്കെ നോക്കുമ്പോ ശരിക്കും ചിലപ്പം കൂടിയിട്ടുണ്ടാവും. അത് ഓരോ വർഷവും ഇങ്ങനെ കൂടി വരികയാണ്. നമ്മളെ ചെയർമാൻ എപ്പം പറയുന്നത് ഏകദേശം 1 ലക്ഷം ആൾക്കാർക്ക് ജോലി എടുക്കുന്ന ഒരു കമ്പനിയായിട്ട് മാറണം എന്നുള്ള ആഗ്രഹത്തിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. ഫൈസൽക്ക് എപ്പോഴെങ്കിലും ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയത്ത് ചിന്തിക്കാറുണ്ടോ വന്ന വഴി ഇങ്ങനെയായിരുന്നു ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട്. എപ്പോഴും നമ്മളെ പഴയ കാലങ്ങള് പഠിക്കുന്ന സമയം, നമ്മൾ ഭക്ഷണം കിട്ടാൻ ആഗ്രഹിച്ച സമയം കിട്ടാത്ത സമയം, ഇതെല്ലാം നമ്മളപ്പോൾ ഇങ്ങനെ ആലോചിക്കും. അതുകൊണ്ട് നമുക്ക് ഉള്ളിൽ അങ്ങനെ ഒരു കിബറോ പൊങ്ങച്ചോ അങ്ങനത്തെ ഒരു സാധനമല്ല. ശരിക്കും ഭക്ഷണത്തിനൊക്കെ വേണ്ടി ഒരു ചായ കുടിക്കാൻ പോലും പൈസ ഇല്ല എന്നൊക്കെ ഉള്ള ഒരു കഥ ഞാൻ കേട്ടു. നമ്മൾ പഠിക്കുന്ന സമയത്ത് നമുക്ക് 50 പൈസ അല്ലെങ്കിൽ ₹1 കിട്ടുക. ആ സമയത്ത് ഞാൻ പഠിക്കുന്ന സമയത്ത് അന്ന് 50 പൈസക്ക് ഒരു കറിയേ കിട്ടുള്ളൂ. ചെറുവാരൻ്റെ ഒരു കറിയെ കിട്ടുക. നമുക്കിങ്ങനെ ഓർമ്മ ഉണ്ട്. അതിനകത്ത് ഒരു കഷ്ണം പിട്ട്. അന്നത്തെ ഫുഡ് എന്നൊക്കെ പറഞ്ഞാൽ ഉച്ചക്ക് സമയത്ത് നമുക്ക് ഐസ് കഴിക്കണം, ഐസ്ക്രീം കഴിക്കണം, ഇതെല്ലാം ഭയങ്കര താല്പര്യം. അതിൽ കൊണ്ടുവച്ച് കുറച്ച് ചിലവാക്കും. പിന്നെ നമുക്ക് ഭക്ഷണം കഴിക്കാൻ ചിലപ്പോൾ ഒരു കറിയൊക്കെ കുടിച്ചിട്ടാണ്, വെറും കറി, ചെറുവാരൻ്റെ കറി മാത്രം. അങ്ങനെയൊക്കെയുള്ള ഒരു സമയം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഫൈസൽക്ക് ഒരു സക്സസ്ഫുൾ ബിസിനസ്മാൻ ആണെന്ന് തന്നെ പറയാം നമുക്ക്. അപ്പോൾ ഇനി ഈ ബിസിനസ് തുടങ്ങുന്ന ആളുകൾക്കൊക്കെ എന്തെങ്കിലും ഒരു ടിപ്പ് പറഞ്ഞു കൊടുക്കാൻ പറഞ്ഞാൽ എന്തായിരിക്കും പറയാ ഫൈസൽ? നമ്മൾ പ്രത്യേകിച്ച് നമ്മളെ കൂടെ ഒരു ടീമിനുണ്ടാക്കണം. ഓക്കെ. ഇപ്പോൾ ഒരു പുതുതായിട്ടൊരു സ്റ്റാർട്ടപ്പ് ബിസിനസ് തുടങ്ങുന്നതാണെങ്കിൽ ആ ടീം നമ്മൾ നല്ലൊരു ടീം ബിൽഡ് ചെയ്യുക. പിന്നെ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് വെച്ചാൽ ഫിനാൻസ്, അക്കൗണ്ട്സ്. അത് ആദ്യം തന്നെ നമ്മൾ വളരെ പക്ക ക്ലാരിറ്റി ആക്കണം, ഫിനാൻസ്, അക്കൗണ്ട്സ്. പിന്നെ നമ്മൾ നല്ല ടീമിനുണ്ടാക്കുക. ടീമിന് ഇനിയുള്ളൊരു കാലഘട്ടം എന്ന് പറയുന്നത് നമ്മളെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരും കൂടി ഒരു പാർട്ട്ണർ, അതായത് ഇപ്പം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഞാനിപ്പോൾ ഒരു ചെറിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത്, എൻ്റെ കൂടെ 2 ആളുണ്ടെങ്കിൽ അവർക്ക് നമ്മൾ ഉണ്ടാക്കുന്ന ഒരു പ്രോഫിറ്റിൻ്റെ ഒരു ഷെയർ പോലെ അവർക്ക് കിട്ടുന്ന രൂപത്തിൽ ചെയ്യുമ്പോഴാണ് അവർക്ക് ആത്മാർത്ഥത കൂടുള്ളൂ. അവരെ സ്ഥാപനമായിട്ട് കാണാനുള്ള രൂപത്തിൽ അവർക്ക് അങ്ങനെ ഒരു ഫീലിംഗ് അവർക്ക് ഉണ്ടാക്കണം. നമ്മൾ ഗ്രോ ചെയ്യുന്നതെന്ന് വെച്ചാൽ അവർക്കും ഇൻഡയറക്റ്റ്ലി ബെനിഫിറ്റ് വരുന്ന രൂപത്തിലാകുമ്പോൾ അവർ ആ രീതിയിലാണ് ഇനിയുള്ളൊരു കാലഘട്ടത്തിൽ അങ്ങനത്തെ ഒരു ടീമായിരിക്കണം നമ്മളെ കൂടെ. അവരെ മനസ്സിൽ ഇത് എൻ്റെയും കൂടി സ്ഥാപനമാണെന്ന് തോന്നിക്കണം. ആ രൂപത്തിൽ നമ്മൾ കൈകാര്യം ചെയ്താൽ ആ സ്ഥാപനം എന്തായാലും വിജയിക്കും. ഇപ്പോൾ ഉള്ള 27,000 എംപ്ലോയീസ് ഉണ്ടല്ലോ, അവരിലൊക്കെ അങ്ങനെ തോന്നാൻ വേണ്ടി, അല്ലെ അവർക്കൊക്കെ അങ്ങനെ തോന്നുമെന്ന് ഫൈസൽക്ക് വിശ്വസിക്കുന്നുണ്ടോ? ഇപ്പം ഞാൻ നോക്കുന്നത് മലബാർ ഗോൾഡിലെ ജ്വല്ലറി മാനുഫാക്ചറിങ് ഡിപ്പാർട്ട്മെൻറ്റാണ്. ഞാനിപ്പോൾ അവിടെ പിന്നെ ഞാൻ നോക്കുന്ന ഡിപ്പാർട്ട്മെൻറ്റിൽ ഞാൻ ഏകദേശം നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റിൻ്റെ ഒരു ചെറിയൊരു ഷെയർ നമ്മളിപ്പോൾ നമുക്ക് കിട്ടുന്ന അതിൻ്റെ ഒരു പ്രോഫിറ്റിൻ്റെ ഒരു ഷെയർ അവർക്ക് പോകുന്നുണ്ട്, ഒരു സാലറീൻ്റെ പുറത്ത്. പിന്നെ നമ്മളൊരു എക്സ്ട്രാ അച്ചീവ്മെൻ്റ് ആണെങ്കിൽ അപ്പം തന്നെ അവർക്ക് പിന്നെ ആ ഒരു ബെനിഫിറ്റ് നമ്മളപ്പം തന്നെ ഒന്നിക്കും ക്യാഷ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു ടൂറൊക്കെ ആയിട്ട് അവർക്ക് നമുക്കൊരു എക്സ്ട്രാ ബെനിഫിറ്റ് വരും. അതെല്ലാം നമ്മൾ ചെയ്യും. പിന്നെ നമ്മൾ ഒരുമിച്ച് പിന്നെ സെലിബ്രേറ്റ് ചെയ്യും, ഫുഡ് കഴിക്കും. അപ്പം തന്നെ ഒരു എക്സ്ട്രാ ഇപ്പോൾ ഈ കഴിഞ്ഞ മാസം ഒരു വലിയൊരു ലെവലിൽ നമ്മളൊരു ബിസിനസ് വന്നു കഴിഞ്ഞാൽ
അത് നമ്മൾ അവരുടെ കൂടെ സെലിബ്രേറ്റ് ചെയ്യും. നമ്മളെ കൂടെ ശരിക്കും 12 കൊല്ലം, നമ്മളിപ്പോൾ 12 കൊല്ലമായിക്കാണല്ലോ ഗൾഫിൽ മാനുഫാക്ചറിങ് ഡിപ്പാർട്ട്മെന്റ് തുടങ്ങിയിട്ട്. അന്ന് ഉള്ള ആൾക്കാർ ഇപ്പോൾ ഉണ്ട്, ആരും വിട്ടൊന്നും പോകുന്നില്ല. ഈ മാനുഫാക്ചറിങ് രംഗത്തെ ആൾക്കാർ ഇങ്ങനെ മാറിപ്പോകും, പക്ഷെ നമ്മുടെ അടുത്ത് ആരും വിട്ടു പോകുന്നില്ല. ഇപ്പോൾ ലോങ് ടൈമായിട്ടാണ് നിൽക്കുന്നത്. നമ്മളൊരാളായിട്ട് അവരെ പരിഗണിക്കുന്നുണ്ട്. നമ്മളൊക്കെ അങ്ങനത്തെ ഒരു കൾച്ചറാണ് മലബാറുള്ളത്. നമ്മളെല്ലാ താഴേക്കിടയിലുള്ള ആള് പിന്നെ ഒരു ലേബേഴ്സ് എന്നുള്ള രീതിയിൽ നമ്മൾ കാണുന്നില്ല. പാർട്ട് ഓഫ് മാനേജ്മെന്റ് ആയിട്ടാണ് കാണുന്നത്. അവരെ കൂടെ ഭക്ഷണം കഴിക്കും, അവരെ കൂടെ എല്ലാ രീതിയിലും നമ്മൾ കൂടെ തന്നെ നമ്മളൊരാളായിട്ട് അവരെ കണ്ടിട്ടാണ് നമ്മളവർ ആ രീതിയിലാണ് നമ്മൾ അവരെ ട്രീറ്റ് ചെയ്യുന്നത്. അതെ അതെ അതെ. ഈ ഒരു റീല് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഒരു നസീബ എന്ന ആ കൊച്ചിന്റെ പേര്. ആ കൊച്ചിനെ ദുബായി കാണിക്കണമെന്നോ എന്തോ പറഞ്ഞിട്ട് ഫൈസൽക്ക് കൊണ്ടുപോകുന്നത്, അതൊന്ന് കാണിക്കട്ടെ ഞാൻ. അതൊരു ട്രാവലിൻ്റെ ഒരു ഇനാഗുറേഷന് അവിടെ വന്നിട്ടൊരു ഫോട്ടോ സമ്മാനിച്ചു. അവളോട് ചോദിച്ചു എന്താ നിൻ്റെ ആഗ്രഹം. എനിക്ക് എൻ്റെ ഉമ്മാനെയും കൂടി ഒന്ന് ദുബായി കാണണമെന്ന് പറഞ്ഞു. അത് ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞു. പിന്നെ അത് അങ്ങനെ അങ്ങ് പോയി, 1.5 വർഷം അങ്ങോട്ട് പോയി. പിന്നെ അങ്ങനെ ഓർമ്മ വന്നപ്പോൾ അവളെ നമ്പർ തപ്പിപ്പിടിച്ച് മറന്നുപോയി. സംഭവം നമ്മളങ്ങ് മറന്നുപോകല്ലോ, തിരക്കിന്റെ ഇടയിൽ മറന്നുപോകല്ലോ. അപ്പോൾ അവളെ നമ്പറൊക്കെ തേടി പിടിച്ച് വീണ്ടും അവളെ വിളിച്ചിട്ട് ഇപ്പം ഈ നോമ്പിന് ടിക്കറ്റിൻ്റെ കുറച്ച് ചാർജ് കുറയുമല്ലോ. അല്ല, അങ്ങനെയുള്ള കാര്യമായിട്ട് കുറച്ച് തിരക്കും കുറവായിരിക്കും. നമുക്ക് മൊത്തത്തിൽ നമ്മളും തിരക്ക് കുറവായിരിക്കും. അവളെ കൂടെ കുറച്ച് സമയം നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റി. അതെ, ആ ഒരു വീഡിയോ ഞാനൊന്ന് കാണിച്ചു തരട്ടെ. അസ്സലാമു അലൈക്കും. എന്തല്ല, നമ്മൾ സഹറ ട്രാവൽസിൻ്റെ ഉദ്ഘാടനത്തിൻ്റെ അന്നാണ് ഇവളെ പരിചയപ്പെട്ടത്. നസീമ, അവൾക്ക് ദുബായ് കാണണമെന്ന് വലിയൊരു ആഗ്രഹം. അപ്പം തന്നെ നമ്മൾ വലിയൊരു ആദരവ് ഫ്ലോറൈൻ ഹോട്ടലിൽ വെച്ചിട്ട് അവൾക്ക് കൊടുക്കും. അപ്പോൾ ഇതുപോലുള്ള കുട്ടികളെ നമ്മൾ എന്ത് ചെയ്യുന്നു, ദുബായിൽ കൊണ്ടുവന്ന് കാണിക്കുക, അവരുടെ ആഗ്രഹങ്ങൾ സാധിപ്പിച്ചു കൊടുക്കുക. അങ്ങനെയുണ്ട് യാത്രയൊക്കെ. ദുബായ് ഇഷ്ടമായോ? പ്രധാന കാരണം ഇതൊക്കെ നമ്മൾ ചെയ്തു. അവളവിടെ വന്നപ്പോൾ അവൾ പറഞ്ഞു നിങ്ങൾ ഉമ്മയായിട്ടും സംസാരിക്കണം. ഞാൻ ഉമ്മയായിട്ട് ആദ്യം സംസാരിച്ചു. ലാസ്റ്റ് ഉമ്മ എൻ്റെ അടുത്ത് പറഞ്ഞു, പിന്നെ മോനെ അവളെ കല്യാണമൊക്കെ വരികയാണ്, അതുപോലെ വീടൊന്ന് നന്നാക്കി കൊടുക്കണം. കുട്ടീൻ്റെ ഉമ്മ. അവർ ചെറിയൊരു വീട്, റൂമില്ല, അതൊന്ന് വൃത്തിയാക്കി തരണമെന്ന് പറഞ്ഞു. നമ്മൾ ചെയ്തു കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിന് അവിടെ വീട്ടിലൊക്കെ പോയി അവിടെ വീടൊക്കെ നമ്മൾ ആളെ വിട്ടിട്ടുണ്ട്. അവളെ കല്യാണം നമ്മളത്തെ ആ വീടൊന്ന് ഭംഗിയാക്കിയിട്ട് ബ്യൂട്ടിഫുള്ളാക്കി കൊടുക്കുക എന്നുള്ളതാണ്. അവളെ മാതിരി തന്നെ ഒരു ഹൈറ്റ് കുറവുള്ള ഒരു പയ്യനായിട്ട്, ഞാൻ അറിയുന്നൊരു പയ്യൻ തന്നെ. ഞാനൊരു റെസ്റ്റോറൻറ്റ്, എൻ്റെ ഒരു സുഹൃത്ത് തന്നെയാണ് അവള് കല്യാണം കഴിക്കാൻ പോകുന്ന പയ്യനെ. അവന് ഇവിടെ അബുദാബിയിലാണ് ജോബ്. അപ്പം ചെയ്തു കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ചെയ്തു കൊടുക്കും. ഒരുപാട് ഫിലിം ഫീൽഡിലുള്ളവരൊക്കെ ആയിട്ട് ഒരുപാട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ കാണാം. അതിൽ ആസിഫ് അലി ആയിട്ട് കുറച്ച് കൂടുതൽ കണക്ഷൻ ഉണ്ടോ? ആസിഫ് അലി ആയിട്ട് അങ്ങനെ അവൻ്റെ കല്യാണ സമയത്തൊക്കെ നമ്മൾ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. ഒരു വീഡിയോ ഞാൻ കണ്ടു, അപ്പൊ എനിക്ക് തോന്നി കാണിച്ചേ. ആസിഫ് അലി നമ്മൾ ഇവരൊക്കെ ആയിട്ട് നമ്മൾ ഇവരെ കാണുമ്പോഴുള്ള കമ്പനി എന്നല്ലാണ്ട് ഇവരായിട്ട് വിളിക്കുകയോ അങ്ങനെ ഫോൺ ചെയ്യുക അങ്ങനെയൊന്നുമില്ല. നമ്മൾ കാണുമ്പോൾ ഇതെന്ന് വെച്ചാൽ നമ്മളെ വീട്ടിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കല്യാണ സമയത്ത്. അദ്ദേഹം കല്യാണം കഴിച്ച് കണ്ണൂരിൽ നിന്നാണ്. എൻ്റെ സുഹൃത്തിൻ്റെ ഭാര്യൻ്റെ വൈഫിൻ്റെ അനിയത്തിൻ്റെ അടുത്തിൻ്റെ മോളെയാണ്. ആ സമയത്ത് എനിക്കറിയാം. നമ്മൾ 1-2 സ്ഥാപനമൊക്കെ ഫസ്റ്റ് നമ്മൾ ഉദ്ഘാടനമൊക്കെ കോസ്മോസ് മഞ്ചേരിയൊക്കെ അദ്ദേഹം ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു കണക്ഷൻ ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഇങ്ങനെ വിളിക്കുക. അങ്ങനെ ഒരു ആർട്ടിസ്റ്റ് ആയിട്ടും അങ്ങനെ കുറച്ച് ആൾക്കാർ ഇപ്പം അങ്ങനെ ഏറ്റവും കൂടുതൽ കണക്ഷൻ ഉള്ളത് GP ഒക്കെ ആയിട്ടുള്ളത് ഗോവിന്ദ് പത്മസൂര്യ. അങ്ങനെ അദ്ദേഹത്തിന്റെ വീട്ടിൽ പോവുക, അങ്ങനെ കുറച്ച് അടുപ്പുണ്ട്. കൂടുതൽ കണക്ഷൻ ഉള്ളത് അവന്റെ ഫാമിലി ആയിട്ട് കണക്ഷൻ ഉണ്ട്. അവന്റെ അമ്മ അച്ഛൻ, ഭാര്യന്റെ അമ്മ അച്ഛൻ, അങ്ങനെ കോഴിക്കോടാണല്ലോ. അപ്പം അങ്ങനെ കുറച്ച് ഈ അടുത്ത കാലത്ത് അദ്ദേഹം ഇടയ്ക്ക് നമ്മളിങ്ങനെ വാട്സപ്പിലൂടെ ഒക്കെ ഇങ്ങനെ എവിടെയുള്ളത് എന്താന്നൊക്കെ ചോദിക്കും. ഒരു ബ്രദേഴ്സ് കണക്ഷൻ ഉണ്ട്. മറ്റുള്ള ആൾക്കാരൊക്കെ ബിസിയാണ്. പിന്നെ അവർ കാണുമ്പോൾ നമ്മളെ കാണുമ്പോൾ ഇപ്പം നമുക്കൊരു കൂടുതൽ സ്നേഹമുള്ള ഒരാളെന്ന് പറയുന്നത് ഫിലിമിൽ ദിലീപിനോട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നടൻ ദിലീപ്. നമ്മളെ പിന്നെ അത്ര വലിയ അടുപ്പമൊന്നും ഇല്ലായിട്ട് മകൻ്റെ കല്യാണത്തിനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. വളരെ ബുദ്ധിമുട്ടിയിട്ടാണ് വന്നത്. പ്രത്യേകിച്ച് അങ്ങനെ ഉണ്ടല്ലോ ദിലീപേട്ടനായിട്ട്. അപ്പോൾ ദിലീപേട്ടൻ്റെ ഒരു വലിയൊരു ഇഷ്യൂ ഒക്കെ
നടന്നിട്ടുള്ളൊരു സമയം ഉണ്ടായിരുന്നു. അപ്പോഴൊക്കെ ഫൈസൽക്ക് എങ്ങനെയാ? അത് നമ്മൾ അറിയാത്ത കാര്യമല്ലേ. നമ്മളിപ്പം നമുക്ക് തെളിവുകളൊന്നുമില്ല. നമ്മൾ ഒരു കാര്യവും നമ്മളെ കണ്ണുകൾ കൊണ്ട് കാണാത്തൊരു കാര്യം നമ്മൾ എന്താ ഉള്ളത് അത് നമുക്കൊന്നും അറിയില്ലല്ലോ. കുറേ ആൾക്കാർ എന്തെങ്കിലുമൊക്കെ പറയുന്നത് എന്താണെന്നുള്ള അറിയില്ലല്ലോ. വിശ്വസിക്കുന്നുണ്ടോ അങ്ങനെ ചെയ്യുന്നു? ഞാൻ അങ്ങനെ ഒരിക്കലും വിശ്വസിക്കുന്നില്ല. ഓക്കെ ഓക്കെ, എന്നാലും സത്യം തെളിയട്ടെ. അതെ അതെ, ഞാൻ മുമ്പേ പറഞ്ഞു മലബാർ ഗോൾഡിന്റെ ഒരു പരസ്യമൊക്കെ നമുക്ക് ഭയങ്കര സ്ട്രൈക്ക് ചെയ്യുന്നതാണ്. ഇപ്പോൾ ഇതിന്റെ അംബാസിഡർ നോക്കുമ്പോൾ ആലിയ ഭട്ട് ഉണ്ട്, രാമറാവു ഉണ്ട്, അനിൽ കപൂർ, അങ്ങനെ ഒരുപാട് പേരുണ്ട്. പിന്നെ നമ്മുടെ ലാലേട്ടൻ അംബാസിഡർ ആയിരുന്നു. എന്തുകൊണ്ട് ലാലേട്ടൻ അംബാസിഡറെ തെരഞ്ഞെടുത്തു? ലാലേട്ടൻ 10 വർഷം നമ്മളെ ബ്രാൻഡ് അംബാസിഡർ ആയിരുന്നു. അദ്ദേഹം നമ്മളെ തിരുവനന്തപുരം ജ്വല്ലറി ഉണ്ട് മലബാർ ഗോൾഡ്, അതിൻ്റെ ഇൻവെസ്റ്റർ കൂടിയായിരുന്നു. ലാലേട്ടനെ തിരഞ്ഞെടുക്കാൻ കാരണം എന്ന് പറയുന്നത് ഇപ്പം സെലിബ്രേറ്റ് ദ ബ്യൂട്ടി ഓഫ് ലൈഫ് എന്ന് നിങ്ങൾ പറഞ്ഞാലും ഞാൻ പറഞ്ഞാലും ജനങ്ങൾ ശ്രദ്ധിക്കില്ല. ലാലേട്ടൻ ആൾക്കാർക്ക് ഒരു ട്രസ്റ്റ് ഉണ്ട്. ഒരു ബ്രാൻഡ് കൈകാര്യം ചെയ്യുമ്പോൾ അദ്ദേഹം പറയുമ്പോൾ ആൾക്കാർ അത് സ്വീകരിക്കും, ശ്രദ്ധിക്കുകയും ചെയ്യും. അദ്ദേഹം ജനുവനായിട്ടുള്ള കാര്യങ്ങളാണ് സംസാരിക്കുക. അപ്പം അതുകൊണ്ട് തന്നെയാണ് ലാലേട്ടനെ നമ്മൾ സെലക്ട് ചെയ്തത്. ഇപ്പം ആരാ ശരിക്കും മലബാർ ഗോൾഡിന്റെ അംബാസിഡർ? ഇപ്പോൾ ഉള്ളത് കരീന കപൂർ, ആലിയ ഭട്ട്, അനിൽ കപൂർ, നിങ്ങൾ പറഞ്ഞ മാതിരി മറ്റേ ജൂനിയർ MTR, കാർത്തിക്. ഇവിടെ മൈജിയില് ഷാജിയേട്ടനുണ്ടല്ലോ, ഷാജിക്ക. ഷാജിക്കായിട്ട് ഒരു ഉമ്മ വയ്ക്കുന്നൊരു വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഒരു സ്നേഹത്തില് ശരിക്കും എങ്ങനെയാ നിങ്ങൾ തമ്മിലുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് എങ്ങനെയാ? ഷാജിന്റെ തുടക്കകാലത്ത് ഷാജിക്ക് ഒരു 3-4 ഷോറൂമുള്ള സമയത്തുള്ള ഒരു ബന്ധമാണ് ഷാജിയായിട്ട്. ആ സമയത്ത് എൻ്റെ അടുത്ത് ഒരു ഷോപ്പ് ഉണ്ടായിരുന്നു, മലബാർ ഗോൾഡിന് നമ്മളൊരു ഷോപ്പ് ഉണ്ടായിരുന്നു കണ്ണൂരിൽ. അത് ആ സ്ഥാപനം മലബാർ ഗോൾഡ് മാറ്റിയപ്പോൾ ആ ഷോപ്പ് എൻ്റെ കയ്യിലായിട്ടുണ്ടായിരുന്നു. അപ്പം പുള്ളിക്ക് ആ ഷോപ്പ് വേണമെന്ന് പറഞ്ഞ് എൻ്റെ അടുത്ത് വന്നു, ഷാജിക്ക വന്നു. ആ ഷോപ്പ് ഷാജിക്ക കൊടുത്തു. അന്ന് മുതൽ പിന്നെ നമ്മൾ നല്ല ഫ്രണ്ട്ഷിപ്പാണ്. അതിൻ്റെ ഉദ്ഘാടനത്തിന് പേരാമ്പ്ര ഉദ്ഘാടനത്തിന് ഞാൻ പോയി. ആ ഫഹദ് ഫാസിലെ ഉദ്ഘാടനം ചെയ്തു. പുള്ളീൻ്റെ ഒരു ഗ്രോത്ത് സ്മാർട്ട് അന്ന് നമ്മൾ ടാലന്റ് അന്ന് തിരിച്ചറിഞ്ഞതാണ്, മനസ്സിലാക്കിയതാണ്. അന്ന് ഫഹദ് ഫാസിലിനെ അവനെ ഉദ്ഘാടനം ചെയ്യണമെന്ന് ഞാനാണ് അവനോട് സജസ്റ്റ് ചെയ്തത്. കാരണം എനിക്ക് കയറി വരുന്ന ഒരു ഏറ്റവും ടാലന്റ് ആയിട്ടുള്ള ഒരു ആക്ടറാണ് ഇദ്ദേഹത്തെ, നിങ്ങൾ അപ്പം തന്നെ ചൂസ് ചെയ്തോ, നിങ്ങൾക്ക് മണി വർത്തായിരിക്കും. അടിപൊളിയായി. 2 ഉദ്ഘാടനം അദ്ദേഹം ചെയ്തിട്ടുണ്ട്. കണ്ണൂർ ഷോപ്പ് ഞാൻ കൊടുത്ത ഷോപ്പ് ഉദ്ഘാടനം ചെയ്തത് ഫഹദാണ്. പേരാമ്പ്രയിൽ ഒരു ഷോപ്പ് ഉദ്ഘാടനം ചെയ്ത് ഫഹദ് ഫാസിലാണ്. അതെ, ആ ഒരു വീഡിയോ ഞാൻ കാണിക്കട്ടെ, നിങ്ങൾ തമ്മിലുള്ള ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ ബോണ്ട്. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു. ഇത് ഞങ്ങളൊരു ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത് ഞങ്ങൾ ഒരു 5 ആൾക്കാരുണ്ട്. ഞാൻ, ഷംസു നെല്ലറ, ഷാജി, മറൂഫ് മള്ളോടി, സക്കീർ, വിഷ്ണു, നമ്മൾ ആസിഫ്, നമ്മളൊരു ഗ്യാങ്ങാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ കൂടും, തമാശ പറയും. അവിടെ ബിസിനസ് ടോക്കൊന്നുമില്ല, നമ്മളിങ്ങനെ എൻജോയ് ചെയ്യും, തമാശകൾ പറയും. നമ്മളിങ്ങനെ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്യുക എന്നുള്ളൊരു കരാറുമായിരിക്കാം, ഒരു സ്വന്തം ബ്രദേഴ്സുമാരെയാണ്. അതേപോലെ നമ്മുടെ AP ഉസ്താദായിട്ട് നല്ല കണക്ഷനാണ്. AP ഉസ്താദായിട്ട് നല്ല കണക്ഷനാണ്. AP ഉസ്താദിൻ്റെ നോളജ് സിറ്റിന് ഞാൻ ഇടയ്ക്ക് പോകുന്ന ആളാണ്. വളരെ വിഷണറി ഉള്ള ആളാണ്. ഏകദേശം 65,000 സ്റ്റുഡൻസിന് അദ്ദേഹം പഠിപ്പിക്കുന്നുണ്ട്. അതിൽ പല കുട്ടികളും IPS അതുപോലെ IAS ഒക്കെ എടുത്ത കുട്ടികളുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനോട് വലിയ റെസ്പെക്റ്റും സ്നേഹമാണ്. പിന്നെ ആ ഒരു കമ്മ്യൂണിറ്റി, ഉസ്താദ് കമ്മ്യൂണിറ്റി ഉണ്ട്. അവർക്ക് ഒരു നല്ല ലൈഫ് സ്റ്റൈല് സെറ്റ് ചെയ്ത ആളാണ്. വലിയ കാറുകൾ, നല്ല വാച്ച്, ഇതെല്ലാം നല്ലൊരു ലൈഫ് സ്റ്റൈൽ സെറ്റ് ചെയ്ത ഒരാളാണ്. അഡ്രസ്സ് ഉണ്ടാക്കി കൊടുത്ത ആളാണ്. ആ റെസ്പെക്റ്റ് അദ്ദേഹത്തിനോടുണ്ട്. AP ഉസ്താദായിട്ടുള്ള ഒരു വീഡിയോ. അദ്ദേഹത്തിൻ്റെ അടുത്തൊരു പ്ലാൻ എന്ന് പറയുന്നത് വലിയ യൂണിവേഴ്സിറ്റിയാണ്.
പിന്നെ അവിടെ താമരശ്ശേരിയിൽ ആ ഒരു യൂണിവേഴ്സിറ്റി 60 ഏക്കർ സ്ഥലം അദ്ദേഹം മേടിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞ നിങ്ങളൊക്കെ കുറച്ച് ആൾക്കാരോട് പറഞ്ഞു നിങ്ങൾ സെൻറ്റ് സ്ഥലം ഡൊണേറ്റ് ചെയ്യണമെന്ന്, കുറച്ച് ആൾക്കാരോട് പറഞ്ഞു നിങ്ങൾ ഏക്കറ ഡൊണേറ്റ് ചെയ്യണമെന്ന്. അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം ഒരു യൂണിവേഴ്സിറ്റിയാണ്. ഫൈസൽക്കിനോട് എന്താ പറഞ്ഞേ? എൻ്റെ അടുത്ത് പറഞ്ഞ് നിങ്ങളൊക്കെ ഏക്കറ തരണമെന്ന് പറഞ്ഞു. പക്ഷേ മൂപ്പർ ഒരു വിഷണറി ഉള്ള ആളാണ്. ഇത്രയും മൂപ്പർക്ക് ഏകദേശം എനിക്ക് തോന്നുന്നത് 90 ഒക്കെ ആയിട്ടുണ്ടാവും, 85. ആ സമയത്തും അദ്ദേഹം ഇതുപോലുള്ള പുതിയ ചെയ്യാനുള്ള പിന്നെ അത് എന്തായാലും അത് ഒരു വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ നമുക്ക് ആവശ്യമുള്ള അറിവാണല്ലോ, അല്ലെങ്കിൽ നല്ലൊരു കാരിയർ കുട്ടിയൊക്കെ ഉണ്ടാക്കി കൊടുക്കാനുള്ള അദ്ദേഹത്തിൻ്റെ ഒരു വിഷണറി ആണല്ലോ. അപ്പോൾ നമ്മൾ സപ്പോർട്ട് ചെയ്യും തീർച്ചയായും. ഓക്കെ, അപ്പോൾ എന്താ പറയാ ഫൈസൽക്ക, നിങ്ങൾ കൂളായോ ഞാൻ കൂളായോ? നിങ്ങൾ കൂളായി, ഞാൻ കൂളായി. അപ്പൊ തീർന്നു പോയി. അതെ അതെ അതെ. എന്തായാലും നല്ലൊരു ഇൻ്റർവ്യൂ ആയിരുന്നു. നിങ്ങളെ നിഷ്കളങ്കമായിട്ടുള്ള ക്വസ്റ്റ്യനും അതുപോലെ നിങ്ങളെ നിഷ്കളങ്കമായിട്ടുള്ള വീഡിയോകളും ഞാൻ കാണാറുണ്ട്. എനിക്ക് ഭയങ്കര ഒരു നിഷ്കളങ്കത തോന്നാറുണ്ട് നിങ്ങളുടെ സംസാരത്തിലൊക്കെ, ഒരു കുട്ടിത്വം. നിങ്ങൾ പല ഇൻ്റർവ്യൂ ഞാൻ കണ്ടിട്ടുണ്ട്. എന്തായാലും ഇതുപോലെ തന്നെ അങ്ങോട്ട് ഈ ഒരു കുട്ടിത്വം അങ്ങ് പോട്ടെ. അതെ, ഓക്കെ ഫൈസൽക്ക, വന്നതിൽ സന്തോഷം, കണ്ടതിൽ സന്തോഷം, എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞതിൽ അതിനേക്കാളും വലിയ സന്തോഷം. എന്താ പറയാ, താങ്ക് യു സോ മച്ച്. മോസ്റ്റ് വെൽക്കം. ഓക്കെ.